Welcome to Kaula Celebrity Kitchen Magic. ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായ വെച്ചുള്ള സത്യം പറഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ചൊരു പേരൊന്നും എനിക്കറിയില്ല. പക്ഷെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പപ്പായ സലാഡെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നിങ്ങളിത് കണ്ടിട്ട് ഇഷ്ടമുള്ള പേര് ഇട്ടോളൂ. ഞാൻ പറയുന്നത് പപ്പായ സലാഡാണ്. പപ്പായ ആദ്യം ചെത്തിയെടുക്കാം. നമുക്ക് പപ്പായ നല്ല ചെറിയ പീസാക്കി എടുക്കണം. പപ്പായ എന്ന് പറഞ്ഞാൽ വളരെ ഹൈജീനിക്കായ ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ അത് വേവിച്ച് മറ്റുള്ളവർ ചെയ്യുമ്പോൾ വേവിച്ച് പായസമൊക്കെ ഉണ്ടാക്കി ഞാൻ നശിപ്പിക്കുന്നില്ല. അത് നല്ല ഫ്രഷായിട്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. പപ്പായ, ഷുഗർ, സോൾട്ട്, പെപ്പർ, ഓറഞ്ച്, മയോണൈസ്, കാഷ്നട്ട്, ജലാറ്റിൻ, ബദാം, ടൊമാറ്റോ സോസ്, ഹാഫ് പപ്പായയുടെ തൊലി കളഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കതിനെ മുറിച്ചെടുക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും ആവശ്യമൊന്നുമില്ല, പക്ഷേ അത്യാഗ്രഹം മൂന്ന് വലുതെടുത്തതാണ്. ഓഹ് എൻ്റെ ദൈവമേ, സൂപ്പർ സാധനം കേട്ടോ. നല്ല പഴുത്തു പോയി. അത് കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഞാനിന്ന് ഉണ്ടാക്കുന്ന സലാഡിന് നല്ല പഴുത്ത പപ്പായയുടെ ആവശ്യമില്ലായിരുന്നു. കഷ്ടമായിപ്പോയി. നല്ല പഴുത്തത് കണ്ടില്ലേ? അത് കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പ്രസ് ചെയ്ത് സ്കിന്ന് കളയുമ്പോഴേക്കും ഇത് പഴുത്ത് ഒലഞ്ഞു പോയി. ഓഹ്, അങ്ങനെ ഞാൻ അതിൽ വിജയിച്ചിരിക്കുന്നതാ, കളഞ്ഞു. പപ്പായയാണ് ഫ്രൂട്ട്സിൽ ഏറ്റവും വില കുറവ് എനിക്ക് തോന്നുന്നത്. ഒരു പപ്പായക്ക് ഇതുപോലത്തേക്ക് ഒരു പപ്പായക്ക് ഒരു 35-40 രൂപയൊക്കെ വില കാണുള്ളൂ. ഫ്രൂട്ട്സിൽ ഏറ്റവും വില കുറവുള്ളതും ഏറ്റവും നല്ല സാധനമെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ വാങ്ങി കഴിക്കില്ല കേട്ടോ. എനിക്കെന്തോ പപ്പായ എനിക്ക് അത്ര ഇഷ്ടമല്ല. പപ്പായ കൊണ്ട് എന്തുണ്ടെങ്കിലും അതിലൊരു വേറൊരു ടേസ്റ്റ് വരും. മാങ്ങ, പൈനാപ്പിളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് അല്ല പപ്പായ. അതാണ് നമ്മൾ പപ്പായ വാങ്ങുകയില്ല. ചെറിയ പീസുകളൊക്കെ സത്യം പറഞ്ഞാൽ ഈ പപ്പായ കാണുമ്പോഴേ മാമ്പഴം പോലെ തോന്നും. ഈ പീസ് ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിരുന്നത് മാമ്പഴം പോലെ തോന്നും. നല്ല പഴുത്ത നല്ല മാമ്പഴത്തിൻ്റെയൊക്കെ കളറും. ഉള്ളാണ് മിക്സ് ചെയ്തിട്ട് വെക്കേണ്ടത്. പക്ഷേ ഇവിടെ നമ്മളൊരു മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്, കുറച്ച് ഡെക്കറേഷനൊക്കെ വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ ആ ബൗൾ മാറ്റിയിട്ട് ബൗളിൽ തന്നെ ആദ്യം മിക്സ് ചെയ്യും. ലാസ്റ്റ് നമുക്ക് ഇതിനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിനകത്താക്കി വെച്ച് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് ബൗളിലാണ് നമ്മൾ എന്ത് സാധനം അത് വേണമെങ്കിൽ എടുത്തോ. ഞാൻ പിന്നെ പാത്രമോ അതെനിക്ക് വേണം. വേറെ നോക്ക്, അതിൻ്റെ അടിയിലല്ലോ ഉണ്ട്. അതെ, അതിൻ്റെ അടിയിൽ ഇപ്പോൾ ഉണ്ടല്ലോ. കഴിഞ്ഞോ അവിടെ ജോലി? കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞോ? ഇതുപോലത്തെ ആയിരുന്നോ വേണ്ടത്? ഇതുപോലെ വേണമെങ്കിൽ ഇത് എടുത്തോ. എനിക്ക് അതിലെ അത്യാവശ്യമൊന്നുമില്ല. അതിലും എടുത്ത് വെച്ചാൽ മതി. ഓ, ഇത് മറ്റേ അലുവ വയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ? കഴുകിക്കോണേ. ഈ വേറെ എപ്പോഴും ഓർമ്മയിലുണ്ടാവും. പിന്നെ എന്താണ് നിങ്ങൾ എന്ത് അങ്ങനെ പറഞ്ഞോ? ഞാൻ ചോദിക്കും കേട്ടോ, ഇത് കഴിഞ്ഞിട്ട് കേട്ടോ. അത്യാവശ്യം എല്ലാ പണിയും ചെയ്യുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ. നമുക്കിതൊരു ബൗള് പോലെ ആക്കിയെടുക്കാം. പക്ഷെ എനിക്കിത് സത്യം പറഞ്ഞാൽ ഈ പപ്പായ ഇങ്ങനെ കളയണ കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്.
വീട്ടിലായിരുന്നു ഞാൻ സത്യം ഇതെല്ലാം കൂടെ അരച്ച് കലക്കി മുഖത്ത് തേച്ചാണ്. തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം ആകാശ പൊന്നാലി നിലകളിലായത്തിൽ തൊട്ടേ വരാം തുമ്പീവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. നമസ്കാരം. ഇന്ന് ഞാൻ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൽ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? പപ്പായ വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മളോട് ഉണ്ടാക്കാൻ പറഞ്ഞത്. അപ്പോൾ പപ്പായ വെച്ചിട്ട് ഞാനിങ്ങനെ കുറേ ഈ പപ്പായ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പ്രശ്നം. കാരണം ഞങ്ങൾ കൊയിലാണ്ടിക്കാരാണ്. ഞങ്ങൾ കൊയിലാണ്ടിക്കാർ ഈ സാധനത്തിന് പറയുന്ന പേര് കറമൂസ എന്നാണ്. അപ്പോൾ ഈ കറമൂസ എന്ന് പറഞ്ഞിട്ടില്ല, എനിക്ക് ഈ പപ്പായ എന്ന് പറയുമ്പോൾ വേറെ എന്തോ ഒരു ജീവിൻ്റെ പേര് പറയുന്നതിലേക്കേ തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം കറമൂസ എന്ന് തന്നെ പറയട്ടെ. അപ്പം ഞാൻ കർമ്മൂസ വെച്ചിട്ട് എന്താ ഉണ്ടാക്കേണ്ടത് ഭയങ്കര ടെൻഷനായി. അപ്പം ഞാൻ എൻ്റെ അച്ഛമ്മേൻ്റെ ആണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പം ഞങ്ങളെല്ലാവരും എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ അന്യേൻ്റെ വീട്ടിലെല്ലാവരും കൂടി ഞങ്ങളെല്ലാം തേച്ചി അച്ഛനമ്മ ഞങ്ങളെല്ലാവരും കൂടി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ കർമ്മൂസ വെച്ചിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കി. പക്ഷെ അത് പായസമായിപ്പോയി. പായസം പറഞ്ഞാൽ കുഴഞ്ഞ് പായസമായിപ്പോയി. അപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി, കർമ്മൂസ വെച്ച് പായസം ഉണ്ടാക്കിയാലോ. അങ്ങനെ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പായസമാണ്. തുടങ്ങാം. അപ്പോൾ പായസത്തിന് വേണ്ട സാധനങ്ങൾ: കർമൂസ, ഞങ്ങളുടെ നാട്ടിലെ പപ്പായ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കായ്, പിസ്ത, ശർക്കര, നെയ്യ്, കുറച്ച് സാധനം മതി. പിന്നെയാണ് നമ്മുടെ ഏറ്റവും തലവേദന പിടിച്ചൊരു സാധനമാണ് തേങ്ങാപ്പാൽ. 1-ാം പാല്, 2-ാം പാല്, 3-ാം പാൽ എന്നൊക്കെ പറഞ്ഞ് കുറേ തേങ്ങ രാവി അത് പിഴിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്പീഡിൽ തുടങ്ങാം. എളുപ്പമാണ്, വേഗം നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്യട്ടെ. ആദ്യം നമുക്ക് ഈ മഞ്ഞക്കിളി കറമൂസയെ മുറിക്കാം. വേറൊരു മഞ്ഞക്കിളി അവിടെ നിന്ന് ഒളിച്ച് നോക്കുന്നുണ്ട്. വേറൊരു മഞ്ഞക്കിളി വന്നിട്ടുണ്ട്. എനിക്ക് വേറെ പണിയൊന്നും. ഇതെങ്ങനെയാണ് തോല് ഒരുപാട് പരീക്ഷിച്ച് നോക്കിയിട്ട് ലാസ്റ്റ് കത്തി വെച്ച് തന്നെയാണ്. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, നമുക്ക് നമ്മളെ കത്തി തന്നെ എടുക്കാം. സംഗീതേച്ചി ഉള്ളപ്പോൾ എന്തിനാണ് വേറെ കത്തി? ഇല്ല ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട് നിങ്ങൾ ചെയ്തു. അതാ അവിടെ ഇവിടെ ഒന്നും വൃത്തിയേടാക്കില്ലടാ, അത് പോയി. അത് പക്ഷേ അപ്പൊ അതിനെക്കാട്ടും എളുപ്പം നമുക്ക് ഈ കൈ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, ഞാൻ എന്ത് ഉണ്ടാക്കിയാലും അതൊരുമാതിരി പായസമായി പോകും. ഫ്രൈഡ് റൈസ് വേറെ പണിയൊന്നുമില്ല. അപ്പൊ ഞാൻ എല്ലാരും ഹെൽപ്പ് ചെയ്യാം. ഒരു കാര്യം ചെയ്യും, ഒരു പണിയിലേക്ക് അവിടെ എല്ലാവരും നിൽക്കണ്ടവർക്ക് തേങ്ങ ചേർത്തണം. ഇല്ല അവിടെ മിക്സിയിലടിയിൽ തേങ്ങ ചേർത്തിട്ട് ഇല്ല നമ്മളുടെ ഒരു കൂട്ടായ്മ. അലുവ കിണ്ടുക അയ്യോ എന്റെ ചുരിദാർ വൈറ്റ് കളർ ചുരിദാറൊക്കെ ഇട്ടണമെന്നില്ല. നിശ്ചയിച്ച് ഒരേ ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടാ. പപ്പായ വെച്ച് കഴിച്ചിട്ട് വെറും വയറ്റ് കഴിച്ചിട്ട് സുന്ദരിയാവുന്നല്ലേ കുടിച്ചാ സൗന്ദര്യം വെക്കും പോലും. പക്ഷെ അവര് വിശ്വസിക്കൂല. അതെ, അസൂയക്കാരി പക്ഷെ അല്ല, പറയാതിരിക്കാൻ പറ്റില്ല. ഇത്രയും ഒരു വലിയ ഇതായിട്ട് എല്ലാം നമുക്ക് രഹസ്യം പറഞ്ഞുതരാം. വലിയ ഡിഗ്രിക്ക് പഠിക്കുന്ന മോളുണ്ട്, പക്ഷെ കണ്ടാ പറഞ്ഞില്ലല്ലോ. അപ്പൊ ആ പറഞ്ഞ നിങ്ങൾ എടുത്തോ, എല്ലാം കൊളാക്കി. അവർ രണ്ടുപേരുടെയും കുട്ടികൾ കുഞ്ഞു കുട്ടികളാണ്. പക്ഷേ എൻ്റെ കുട്ടികൾ മൂത്ത കുട്ടി ഡിഗ്രി കഴിഞ്ഞു, ഇപ്പൊ PG. മൂത്ത കുട്ടി ഡിഗ്രി കഴിഞ്ഞു, ഇപ്പൊ PG ആവാറായി. പിന്നെ ഇളയ കുട്ടിയാണെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അപ്പൊ അത്രയും വലിയ കുട്ടികളുള്ള ഒരു അമ്മയല്ലേ ഞാൻ. പിന്നെ ഞാൻ എല്ലാ ദിവസവും കഴിക്കും പപ്പായ. ആണോ? കാണുമ്പോൾ നമുക്ക് ഈസി ആണെന്ന് തോന്നും പപ്പായ മുറിക്കാൻ, പക്ഷേ വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ്. പിന്നെ ഇതൊക്കെ നമ്മളെ വീട്ടിൽ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഈ കുരു ഇട്ട് കഴിഞ്ഞാൽ ഒരെണ്ണത്തിൽ തന്നെ കുറേ എണ്ണം ഉണ്ടാവും. അപ്പം നമ്മളെ കൊയിലാണ്ടിലെ ഇഷ്ടം പോലെ എല്ലാ വീട്ടിലും ഓരോ കർമ്മൂസ തൈയെങ്കിലും ഉണ്ടാവും. അപ്പം നമുക്കിതൊരു വിലയില്ല. പക്ഷേ ഇപ്പം എനിക്കിത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഫ്രൂട്ട്സ് പീസൊന്നും ആക്കണ്ടല്ലേ? ആക്കണ്ട, മിക്സിയിലിട്ട് അടിക്കാനുള്ള. അതാണ് നീ ഇങ്ങനെ. പിന്നെ ഞാനതിനോട് ഭയങ്കര ഷേപ്പൊന്നും വേണ്ട, അങ്ങ് മാന്തി പൊളിച്ചേക്ക്. ഞാൻ വിചാരിച്ചത് പീസൊക്കെ ആക്കി അപ്പനെ മാന്തി പൊളിക്കാം. അപ്പോൾ പപ്പായ റെഡി. കണ്ട, ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ വന്ന ചൊറി പിടിച്ച പോലെ ആക്കി വെച്ചേ. കണ്ട, ഇത് സംഗീതേച്ച് മുറിച്ച പപ്പായ വളരെ നീറ്റായിട്ട് ചെയ്ത് കൊടുത്തപ്പോൾ പറഞ്ഞ് വേണ്ട, എങ്ങനെ വേണമെങ്കിലും ചെയ്താൽ മതി, മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി. അങ്ങനെ ആക്കി കൊടുക്കും. പക്ഷേ പപ്പായ നല്ല പഴുത്തുപോയില്ലേ? പഴുത്തുപോയി. പിന്നെ തിന്നാൻ തോന്നും. മാങ്ങ പോലെ തോന്നുന്നില്ലേ? എനിക്ക് പപ്പായ കണ്ടിട്ട് മാങ്ങ പോലെ തോന്നും. മറ്റേ
ഇത് പപ്പായല്ല, ഇത് മാങ്ങയല്ല, ഇത് പപ്പായ. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഒരു പ്ലേറ്റിൽ മാങ്ങ നമ്മൾ പീസാക്കി വെക്കില്ലേ, ആ മാങ്ങയുടെ ഷേപ്പിൽ വെച്ച് ഇത് മാങ്ങാന്ന് എന്നെ പറയുള്ളൂ. നമ്മൾ പറഞ്ഞാലേ ഇത് പപ്പായ എന്ന് പറയുള്ളൂ, കഴിച്ചു കഴിയാലേ പറയുള്ളൂ. അതായത് സംഗീതേച്ചി, പണ്ടൊക്കെ ഈ നെൽകൃഷിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ക്ഷീണം പിടിക്കുമല്ലോ, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ക്ഷീണം വരുമ്പോൾ ആ ക്ഷീണം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നാടൻ പാട്ട് പാടുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇത് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചല്ലോ, നമ്മളിത് ചെയ്ത് ഒരു പപ്പായ മുറിക്കുമ്പോൾ തൊലി കളയാനായിട്ട് വളരെ ക്ഷീണിച്ചു. അപ്പൊ ഈ ക്ഷീണം അറിയാതിരിക്കാൻ നമുക്കൊരു നല്ല നാടൻ പാട്ട് പാടാം. ഏത് പാട്ടാണ്? കളയോ കളയോ കളക്കിടാവേ താതകതേതാം, കളയോ കളയോ കളക്കിടാവേ താതകതേതാ, കൊടുങ്ങല്ലൂര് നല്ലമ്മയുടെ ആരംഭക്കാളേ താതകതേതാ, കൊടുങ്ങല്ലൂര് നല്ലമ്മയുടെ ആരംഭക്കാളേ താതകതേതാ. ഇത് നമുക്ക് ക്ഷീണം കൂടും. ഒരുപാട് നാടൻ പാട്ടും ഒരുപാട് പക്ഷേ ഇല്ല, നമ്മുടെ എപ്പിസോഡിന്റെ ഇൻട്രൊഡക്ഷൻ സമയത്തിനുള്ള ഉഗ്രം അല്ല, അത് ഇൻട്രൊഡക്ഷൻ സോങ് ശരിക്കും പറയണമെങ്കിൽ പാരഡി അച്ഛൻ ഒരു 12 മിനിറ്റ് കൊണ്ട് അച്ഛനാണ് എഴുതിയത്. ഫുൾ ക്രെഡിറ്റ് കൊണ്ടുപോയത് ഞാനാണ്. ഇല്ല, ചേച്ചി നല്ല കോമഡി പാട്ട് പാടിയിട്ടുണ്ട്. ശരിക്കും പറയാൻ കോമഡി എന്ന് പറയാൻ എനിക്കിപ്പോ നാണക്കേടാണ്, കാരണം അത്ര കോമഡി ആയിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇനി ആരെങ്കിലും എന്നോട് കോമഡി ചെയ്യിച്ചിട്ട് ചൂണ്ടി കാണിച്ചു കൊടുക്കും. സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് നന്നായി പാടി ചോദിച്ചു, നന്നായി ഒരു കുഴപ്പമില്ലാന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാം പുറകെ നിന്ന് പ്രചോദനം നൽകിക്കൊണ്ട് മാത്രമാണ് ഞാൻ ആ പാട്ട് പാടിയത്. ആ ശരി, അത് കറക്റ്റാണ്. എന്തോ ഇത് അയ്യോ, ലക്ഷ്മിയേച്ചി കഴിക്കാനുള്ളതാണ്. ഇത് കൊണ്ടുപോയിക്കാൻ പോകുമ്പോ ഞാൻ പോവേടാ, ഞാൻ എൻ്റെ അപ്പുറത്തെ എൻ്റെ അവിടെ ഇങ്ങനെ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ച് ശരി എന്നാ പെട്ടെന്ന് കൂടെ വരാം. ഇവിടുത്തെ പാചക വിശേഷങ്ങളൊന്നും തീരുന്നില്ല, പക്ഷെ എന്റർടൈൻമെന്റ് സോണിലും ഒരുപാട് വിശേഷങ്ങളുണ്ട്. ആ കാഴ്ചകൾ കാണണ്ടേ? അങ്ങോട്ട് പോകും. കഴിഞ്ഞ റൗണ്ടിനെ പറ്റി എന്താ അഭിപ്രായം? കുറെ അഭിപ്രായമൊന്നുമില്ല, കാര്യം അവൾക്ക് ഫസ്റ്റ് കിട്ടിയതാണ്. പക്ഷെ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അത് ഞാൻ ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ് കിട്ടിയത് വെറുതെ മുട്ട വെച്ച് അതിനകത്ത് കുറെ കൈപുണ്യം വേണം, കൈപുണ്യം. കൈപ്പുണ്യല്ല, സോസേജ് അവിടെ റെഡിമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇല്ല, അവിടെ ചോദിച്ചു ഞാൻ സോസേജ് തരുമെന്ന് ചോദിച്ചു. അത് പുറത്തേക്ക് ഇങ്ങനെ മുറിച്ച് എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താന്ന് പറയാം, ശാലിനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. രണ്ടിനും തേർഡ് കിട്ടിയതാ. അല്ല, ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഇന്ന് ഞാൻ നല്ല നല്ല മസാല കൂട്ടായിരുന്നു. ചേച്ചി എന്താണ് മസാല കഴിച്ചു കഴിക്കുന്നത് വിഷമമായത്? ഞാൻ ടേസ്റ്റ് പക്ഷെ മാവ് മാത്രം കഴിച്ച് ചേച്ചി എനിക്ക് തേർഡ് വിഷമായി. അതിനല്ല സെക്കൻഡ് റൗണ്ടിൽ ഫസ്റ്റ് കിട്ടി. അല്ല, ആൾക്കാരൊക്കെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. എന്റെ അടുത്തൊരു നെഗറ്റീവ് അഭിപ്രായം പറഞ്ഞു, ഞാൻ എല്ലാം കൈകൊണ്ട് വാരിയിട്ടു. എവിടെ ചെന്നാലും സ്വഭാവം മറക്കൂലല്ലോ. നമ്മള് കടലമാവ് എടുത്തില്ലേ, കടലമാവ് എടുത്തു, പിന്നെ അടുത്തത് എല്ലാം കുഞ്ഞു കുഞ്ഞു പാത്രത്തിലൊക്കെ വെച്ചിരുന്നത്. പക്ഷെ അവിടെ നിന്ന് എല്ലാം എടുത്തിട്ടത് കൈ കൊണ്ട് എടുത്തിട്ടാണ് മിക്സ് ചെയ്തത്. ഈ കയ്യിൽ മാവായിപ്പോയി, പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റണ്ടേ. പിന്നെ ബാക്കി എല്ലാവരും നല്ല ലൈവ്ലി ആയിരുന്നു. സജിത നല്ല ലൈവ്ലി ആയിരുന്നു. ഞാൻ വെളുത്തുള്ളി ചതച്ച് എനിക്ക് വയ്യ, മിക്സിയിലിട്ട് കീറുന്നാവും. ഞാൻ പാട്ടുകളൊക്കെ ഇന്ന് കുറേ പാട്ട് പാട്ടും ഞാൻ കേട്ടു. ഇന്ന് ഇവളുടെ പാട്ട് നിർത്താൻ വേണ്ടി മിക്സി ഓൺ ചെയ്യേണ്ടി വന്നു. ഒരു രക്ഷയില്ല. ഞാൻ അല്ല ചേച്ചി കൊടുത്തു. ചേച്ചി പാടിയപ്പോ ഞാൻ വേറെ ഒന്ന് മിക്സി എഴുതിയിട്ട് വന്നിരിക്കുക പാട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി റെസിപ്പി എങ്ങാനും എഴുതി വന്നു. ഇടയ്ക്ക് പോയി പപ്പായ കഴിക്കുന്ന രീതിയിൽ പോയി പഠിച്ച ഒന്നും നടക്കൂല. സോറി. എല്ലാരും ഒന്നിച്ചിരുന്ന് റൗണ്ടിന്റെ അത്രയും പരിദൂഷണം പറഞ്ഞിട്ടില്ലേ? സാധാരണ കുറച്ച് കൂടുതൽ പറയും. ഞാനിപ്പോ വന്ന് നിങ്ങളുടെ പാട്ടൊക്കെ തുടങ്ങി കാണുന്നു വന്നിട്ടേ തുടങ്ങും. പാട്ട് ഇഷ്ടപ്പെടുന്ന ആള് ഞാനല്ലേ അല്ലേ? ചേച്ചി എല്ലാം സഹിക്കാവുന്ന ഒരു ഫുഡ് കഴിക്കുന്നില്ല, അതിന് മേലൊന്നും സഹിക്കാനില്ല. ഓടി നടന്ന് ടേസ്റ്റ് ചെയ്യുമ്പോ ഞാൻ ഇതൊക്കെ എങ്ങനെയാണ് പാട്ട് സഹിക്കണം, പാട്ട് സഹിക്കണം, ഡാൻസ്, പരദൂഷണം, ഭക്ഷണം എല്ലാം സഹിക്കണം അല്ലേ? അയ്യോ, പക്ഷെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് എന്തായാലും. താങ്ക് യു.
കൃഷാണ് ക്രഷാണ് കൃഷല്ല കൃഷാണ് കൃഷ്ണയാണ് നിങ്ങൾ അതാ ഇഷ്ടപ്പെട്ടത് ക്രഷ് കോമഡിയിൽ വരുന്നല്ലേ ഭയങ്കര മറക്കാൻ പറ്റുന്ന തലയിരിക്കും വാലാടില്ല അതൊന്ന് ചെയ്ത് നോക്കാലോ. ആ മിമിക്രി ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് ഓക്കെ ക്രഷാണോ കൃഷ്ണനെ ഒരാള് ഓക്കെ കൃഷ്ണൻ ലക്ഷ്മി നായർ പോകുന്നു. ഓക്കെ അപ്പൊ അത് ആദ്യം എന്തായാലും സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് പുറകെ കളിക്കുന്നത് അല്ല ഇവിടെ അതെപ്പോഴും ബാക്കില. ഓക്കെ ഉണ്ടായി വിളിക്കാം ചേച്ചി കപ്പ റെഡിയായി. ഇനി ടേസ്റ്റ് ചെയ്താൽ മാത്രം മതി. ടേസ്റ്റ് ചെയ്യട്ടെ സ്പൂണ് തരും ചേച്ചിക്ക് എന്താ ഒരു ഗൗരവം എന്ന്? അല്ല ക്രാഷ് എങ്ങനെയുണ്ട് ചേച്ചി? ഇതില് പുളിയില്ല. പുളി ഇട്ടില്ലായിരുന്നു. ക്രാഷ് ഇതില് ഉപ്പില്ല. അയ്യോ ഞാൻ ഉപ്പ് കുറേ ഇട്ടതാ. ഇതില് എരിവില്ല. പുളിയില്ല, ഉപ്പില്ല, എരിവില്ല. ഞാനിത് കഴിക്കില്ല. അയ്യോ ഇതാണോ 1 മണിക്കൂർ സമയം തന്നിട്ട്? ഇതാണ് 1 മണിക്കൂർ സമയം കപ്പ ഉണ്ടാക്കിയത്? ക്രഷ് ചേച്ചി ചേച്ചി ദേഷ്യപ്പെടുമ്പോഴും നല്ല സൗന്ദര്യമാണ്. കണ്ണുകൾ ഇങ്ങനെ ഇങ്ങനെ അടയുന്ന കാണുന്നതേ പ്രത്യേക ഭംഗി. ഇത് ഏത് ലിപ്സ്റ്റിക്കാ ചേച്ചി? സ്പൂണിലും ക്രഷ് നല്ല ഉപ്പുണ്ട്. ആ ക്രഷ് നല്ല ഉപ്പുണ്ട്. ഇതില് മുളകിട്ടെന്നല്ലേ പറഞ്ഞു? ആ മുളകിട്ടുണ്ട്. നല്ല മുളകിട്ട് നല്ല രുചിയുണ്ട്. കപ്പ ഇട്ടിട്ടുണ്ട്. കപ്പ ഇട്ടിട്ടുണ്ട്. ക്രഷ് തലയിരിക്കുമ്പോ വാടാ. എല്ലാരും കേൾക്കണേ, എല്ലാരും കാണണേ, കൈരളിയുടെ കിച്ചൺ പ്രോഗ്രാം. അവിടെ സാരിക കോമഡി പാട്ടൊക്കെ പാടുന്നുണ്ട്. പാചകത്തെക്കുറിച്ച് നല്ല പാട്ടൊക്കെ അവളുടെ അച്ഛൻ നന്നായിട്ട് പാട്ടൊക്കെ എഴുതുമല്ലോ. അപ്പോൾ അതാ എഴുതി പാടുക. ഇത് വേണ്ട കേട്ടോ, എന്തെന്നറിയോ, ഇതാ പൊത്തുപോയി. ഫ്രൂട്ട്സ് കൂടുതൽ എടുത്തപ്പോൾ അങ്ങ് പൊത്തുപോയി. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെടുത്ത് ഇതിൻ്റെ അടിയിൽ ഒരു പാത്രം കൂടെ വെച്ചിട്ട് വേണം ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറ്റുമോ. ഞാൻ ഇത്രയും അങ്ങ് ആടി ഉള്ളിലോട്ട് ചിരണ്ടി എടുക്കണ്ടായിരുന്നു. എൻ്റെ സരിക നീയോട് കോമഡി പാട്ട് പാടേ. നോക്കി ഇതിന് എന്തെങ്കിലും മാർഗം ഉണ്ടോ? പൊട്ടിക്കാനോ? വേറൊരെണ്ണം വേണം. അത് നിന്റെ അത് ചെറുതല്ലേ? അല്ല വേറൊരു വേദി ഞാൻ ഇവിടെ ആൾക്കാണ്ട് ഒളിപ്പിച്ച് വെച്ചു. അതെന്തെങ്കിലും പകുതി പീസ് തരുമോ ഒന്നുകൂടെ ആക്കാൻ? നിങ്ങൾക്കായതുകൊണ്ട് തരാം. പകരം ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ചെയ്തത്. പക്ഷെ അതാ നോക്ക്, ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും വെച്ച് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ വിചാരിച്ച ഒരു ബൗളിൽ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇതിൽ വെച്ചിട്ട് ഫ്രീസറിൽ വെക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ പകുതി തന്നാൽ മതി. ഇത് എന്തിനാ ഒളിപ്പിച്ച് വെച്ചത്? ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു പപ്പായ വേസ്റ്റായി. സരികെന്നാ അവിടെ വെച്ചോ. വന്നോളൂ. എനിക്ക് തന്നാൽ മതി, ഉണ്ടാക്കി തന്നാൽ മതി. എനിക്ക് നേരത്തെ അബദ്ധം എന്തായാലും പറ്റൂല. ഞാനേ വലിയ രീതിയിൽ എടുക്കുന്നില്ല, ചെറിയ കുഴുവ ഉണ്ടാക്കാൻ പോകും. നേരത്തെ സ്പൂണൊക്കെ വെച്ച് ചെയ്ത കാരണമാണ് എനിക്ക് അബദ്ധം പറ്റിപ്പോയി. ഇത് സത്യം പറഞ്ഞാൽ ലാസ്റ്റ് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. പക്ഷേ ജലാറ്റിനും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ടേ പെട്ടെന്ന് കട്ട പിടിക്കും.
അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ചെയ്യുന്നത്. ഒരു ചെറിയ പുഴു വന്നാലേ എൻ്റെ സാധനങ്ങളെല്ലാം ഇതിൽ മിക്സ് ചെയ്ത് ഇടാൻ പറ്റും. നമുക്കിനി ഓറഞ്ച് രണ്ടായിട്ട് മുറിച്ചിട്ടേ പിഴിഞ്ഞ് വയ്ക്കാം ഓറഞ്ച് ജ്യൂസിന് വേണ്ടിയിട്ട്. ഓറഞ്ചിൻ്റെ എസൻസ് ചേർക്കണേക്കാൾ നല്ലത് ഫ്രഷ് ഓറഞ്ചിൻ്റെ ജ്യൂസ് ചേർക്കണ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ കുരു എടുത്ത് കളഞ്ഞില്ലെങ്കിലേ കയ്പ്പ് വരും. പക്ഷേ ഓറഞ്ച് പിഴിയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിൽ വെച്ചായിരുന്നെങ്കിൽ നമുക്ക് ശകലം പോലും വേസ്റ്റ് ചെയ്യേണ്ടിയായിരുന്നു. ഫുള്ള് പിഴിഞ്ഞ് കിട്ടുമായിരുന്നു. ശരിക്കും ഇതിലേ ഇതാ നമുക്ക് ഒരുപാട് ജ്യൂസ് ബാക്കിയുണ്ട്, പക്ഷേ പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, കുരു നമുക്ക് ലാസ്റ്റ് അരിപ്പൂച്ച അരിച്ചെടുക്കാം. അപ്പോൾ പിന്നെ എങ്ങനെ കുരു എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുന്നില്ല. ഇതിലെല്ലാം ഒരുപാട് ഓറഞ്ച് ഇരിപ്പുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ തൊലിയോട് കൂടി പിഴിയുമ്പോഴേ കയ്പ്പ് വരും. ഫ്രൂട്ട്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഓറഞ്ചാണ്. നമുക്ക് മിക്സിങ് തുടങ്ങാം. നമുക്ക് ആദ്യം പീസസ് ആക്കി വെച്ചിരിക്കുന്ന പപ്പായ എടുത്തിടാം. പപ്പായ ഇട്ടിട്ട് ഇതിൽ ആദ്യം മയോനൈസ് ഉപയോഗിക്കാം. തീ കുറച്ച് വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും. അതുകൊണ്ട് ഞാൻ ഈ വെള്ളം കുറച്ച് കളഞ്ഞു വിട്ടെ. കുറച്ച് വെള്ളത്തിന് മതി. തീ വളരെ കുറച്ച് വയ്ക്കുക, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പണി കിട്ടും. നമുക്ക് ഒരു വെള്ളം ഒഴിച്ചിട്ട് ഒരു നുള്ള് ജലാറ്റിൻ, നുള്ള് മതി. ഒരു ചെറിയ തിക്കാവാൻ വേണ്ടിയിട്ടാണ് നുള്ളു. കടി പിടിക്കാതെ സൂക്ഷിച്ചോളാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിലൊരു ദിവസം ഈ പപ്പായയുടെ ഇത് വെച്ചിട്ട് ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അറിയില്ല, ഞാൻ തീയൊക്കെ കൂട്ടിയിട്ട് ഇത് പെട്ടെന്ന് കയറി അടി പിടിച്ചു. ഇത് നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം, അതാണ് നല്ലത്. ഇപ്പോൾ ഒരു ഭാഗ്യമുള്ളത് എന്താണെന്നറിയോ, ഉള്ളിയൊന്നും ഇല്ലല്ലോ എന്നുള്ളത്. സവാളയാണ് എനിക്ക് ഏറ്റവും പ്രശ്നം, കണ്ണെരിയാൻ പറ്റുന്നത്. അതുകൊണ്ട് ഉള്ളിയൊന്നും ഇല്ല എന്നുള്ളത് വളരെ ഭാഗ്യമുള്ളത്. ഇതൊന്നും വലിയ പ്രശ്നമില്ലല്ലോ. നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കുക ഈ പപ്പായയിൽ എന്താ മയോനൈസ്, ടൊമാറ്റോ സോസ്, പെപ്പർ ഒക്കെ ഇട്ടിരിക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഞാനിത് വീട്ടിലുണ്ടാക്കി നോക്കിയതാണ്. വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാതെ കഴിച്ച് നോക്കിയപ്പോൾ നമുക്കൊരു ആ ടേസ്റ്റ് പിടിക്കില്ലായിരുന്നു. ഫ്രിഡ്ജിലൊരു തണുപ്പോടുകൂടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റാണ്. കാരണം ഇതിലെ എരിവുണ്ട്, പുളിയുണ്ട്, ഉപ്പുണ്ട്, മധുരമുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം കൂടെ ഇതാണ്. പിന്നെ പപ്പായ നല്ല ഫ്രഷായിട്ട് കഴിക്കാനുണ്ട്. സൂപ്പറാണ്. കുറച്ച് കുറഞ്ഞു പോയോ എന്നൊരു സംശയം. ഞാൻ കുറച്ചും കൂടി ഇട്ടൊന്ന് നുള്ളിട്ടാൽ മതി. നമ്മൾ നേരത്തെ പപ്പായ കൊണ്ടൊരു ബൗളൊക്കെ ഉണ്ടാക്കിയില്ലേ, ആദ്യം ഒരു ബൗളുണ്ടാക്കി ചീറ്റിപ്പോയി. പിന്നെ ഞാൻ സരികയുടെ നിന്ന് കടം വാങ്ങിച്ചതാ വേറൊരു ബൗളുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് ഈ മിക്സ് ചെയ്തെല്ലാം കൂടെ എടുത്ത് ബൗളിലിടാം. ബൗളെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ പപ്പായ ബൗൾ. സംഗീത പേടിച്ചു അല്ലേ? എന്താ ഇവിടെ പരിപാടി? പപ്പായ എന്ന് പറഞ്ഞാൽ ഒരു ഹൈജീനിക് ആയ ഫ്രൂട്ടാണ്. അപ്പോൾ അത് മറ്റുള്ളവരെ പോലെ പായസവും ഹൽവയൊക്കെ ഇട്ട് വേവിച്ച് പപ്പായ ഞാൻ നശിപ്പിക്കാൻ അതിന്റെ ഗുണം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വളരെ ഫ്രഷായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യണം. പേരൊന്നും എനിക്കറിയില്ല. എന്നാൽ ഇത് എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ പീസ് ആയിരിക്കും. അതായത് സൈഡ് ഡിഷ് അല്ല, സൈഡ് ഡിഷ് അല്ല, പിന്നെ ഡിസേർട്ട് അല്ല, പിന്നെ എന്താണ് സലാഡ് പോലെ കാറ്റഗറിയിൽ കൊടുക്കാം. പക്ഷെ കുറച്ച് ലൂസാണ് അല്ലേ? പക്ഷേ ഇത് കുറച്ച് തിക്കാവും. മയണീസ് എല്ലാം ചേർത്തിരിക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കുമ്പോൾ കുറച്ചൊന്ന് കട്ടി വരും അല്ലേ?
കണ്ടിട്ട് കൊള്ളാവോ? കണ്ടിട്ട് കൊള്ളാം. ടേസ്റ്റ് ചെയ്തില്ല ചേച്ചി? ചേച്ചിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല? ഇല്ല ടേസ്റ്റ് ചെയ്യാം. ആഫ്റ്റർ സമ്മർ. ഓക്കെ. ഓക്കെ. ഇവിടെ ശല്യപ്പെടുത്താൻ ആരും ഇല്ലായിരുന്നല്ലോ? വന്നില്ല. എന്ത് പറ്റി? വരും. അവിടെ നടക്കുന്നില്ലേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആണല്ലേ? അവിടെ കുറ്റം പറച്ചിലൊന്നും ഇല്ലേ? ഒന്നുമില്ല. ഓക്കെ. ഇത് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കണ്ട, ഒരുപാട് കട്ട പിടിക്കണ്ട, ചെറിയ തണുപ്പ് മതി. പാട്ടിലേക്ക് കടക്കാം. എന്ത് പറയുന്നു? എവിടെ നിന്ന് തുടങ്ങണം? സജിത എന്നത്തെയും പോലെ എനിക്ക് വയ്യാതെ സ്നാനം ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് സജിത രണ്ടാമത് പാടാം. ആദ്യം നമുക്ക് നമ്മുടെ ഒരു നാടൻ പാട്ട് കേട്ട് തുടങ്ങാം. സജിത ഹിന്ദിയല്ലേ പാടാം? ഓക്കെ, നമുക്കൊരു മലയാളത്തിൽ നോർത്ത് ഇന്ത്യൻ ആണ്. അപ്പൊ നമുക്ക് ഒരു നൊസ്റ്റാൾജിയ പറഞ്ഞ ഒരു റൗണ്ട് അല്ലേ ആ പാട്ടിന്റെ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള നൊസ്റ്റാൾജിയ പ്ലസ് നമ്മുടെ ഫുഡുമായിട്ട് റിലേറ്റഡ്. അഞ്ചേച്ചി അല്ല അല്ലേച്ചി, നിങ്ങൾ ഫുഡ് കഴിക്കാൻ നേരം എന്തൊരു മൂളിയിട്ട് വരുന്നുണ്ട് ഒരു പാട്ട്, ഒരു ഫുഡുമായിട്ട് റിലേറ്റഡ് ഒരു അതേത് സിനിമയിലെ പാട്ട്? ഉമ്മ എന്ന് പറഞ്ഞ ഫിലിമിലെ അഞ്ചേച്ചിക്ക് എന്നാ അഞ്ചേച്ചി ഇത് ഉമ്മ അമ്മ ഉമ്മ എന്ന് പറഞ്ഞ ഒരർത്ഥം മാത്രമല്ല ഉള്ളത്. ഉമ്മ എന്ന് പറഞ്ഞ അമ്മ, ആ ഒരു അർത്ഥം കൂടിയുണ്ട്. ഓക്കെ. അപ്പൊ ഉമ്മ എന്ന് പറഞ്ഞ ഫിലിമിൽ ജിക്കി പാടിയ സോങ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പായസത്തെ ഈ പപ്പായ ഇങ്ങനെ എടുത്ത് മിക്സിയിലിട്ട് റെഡി അടിക്കുക. അതുകൊണ്ടാണ് ഇതൊന്നും ഒരു ഷേപ്പില്ലാണ്ട് ഞാൻ മുറിച്ച് വെച്ചത്. കണ്ട ഒറ്റടി അടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയും. അടിക്കാം. അയ്യോ, നമുക്ക് നോക്കാം. എന്ത് നല്ല പപ്പായ ആയിരുന്നു. കണ്ടോ പാവം, ജ്യൂസ് പരുവത്തിലായി. ഇങ്ങനെയാട്ടോ നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് പെട്ടെന്ന് തുടങ്ങാം. അപ്പോൾ ആദ്യം വേണ്ടത്, നമ്മളിത് പഞ്ചസാരയല്ല ശർക്കര പാനിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം ആദ്യം ശർക്കര നന്നായിട്ട് ഉരുക്കണം. ശർക്കര, ഇതാണ് ശർക്കര. നമ്മളെ നാട്ടിൽ ഭയങ്കര ചക്കര. എൻ്റെ വീട്ടിൽ നിന്ന് വിളിക്കുന്നത്, എനിക്കൊരു ചുക്കണേച്ചി മീനേച്ചിയുണ്ട്. അവരെല്ലാം എന്നെ വിളിക്കുന്നത് ചക്കര, എൻ്റെ ചേച്ചിനെ വിളിക്കുന്നത് കൊപ്പര. ഇത് ശർക്കര തന്നെയാണോ? ഇതിന് നമ്മളെ നാട്ടിൽ പറയുന്ന വെല്ലമെന്നും പറയും. ഈ എന്താ പറയുക, ഈ ഇതാ നോക്ക്, കുഴപ്പമില്ല. ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ വെള്ളം ഒഴിക്കുക. അങ്ങനെ നമ്മളെ ശർക്കര ഇതാ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താ ഒരു മാതിരി ചളീൻ്റെയൊക്കെ കളറ്. അത് കുഴപ്പമില്ല, ഇപ്പോഴത്തേക്കല്ലേ എങ്ങനെയൊക്കെയാണ് ഇത് വെള്ളത്തിലൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ ആർക്കറിയാം.
അപ്പോൾ ഈ ശർക്കര ഉരുകുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം പറയാം. നമ്മളിവിടെ ഇൻട്രൊഡക്ഷൻ സോങ് പാടിയല്ലോ 12 പേരെക്കുറിച്ച്. അത് ശരിക്കും പറയണമെങ്കിൽ എൻ്റെ അച്ഛൻ ഇവിടെ വന്നപ്പോൾ ഒരു 10 മിനിറ്റ് എടുത്തിട്ടില്ല അത് ഇവരെക്കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട്. അത് കേട്ടപ്പോഴത്തേക്കും അച്ഛന് കുറച്ചുകൂടെ എല്ലാവർക്കും നല്ല അഭിപ്രായം. എനിക്ക് എല്ലാവരും പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ പ്രോഗ്രാമിനെ കുറിച്ച് വീണ്ടും ഒരു 4 പേര് പാട്ട് ഒരു പാരഡി സോങ് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ പാടുന്നത്. എല്ലാരും കേൾക്കണേ, എല്ലാരും കാണണേ, കൈരളിയുടെ കിച്ചൺ പ്രോഗ്രാം. കൈരളിയുടെ കിച്ചൺ പ്രോഗ്രാം. കണ്ണീരിൻ കഥയല്ല, കണ്ണീരൊഴുക്കുന്ന സീരിയൽ കഥകളല്ല, ഇത് സീരിയസ് കഥകളല്ല. സ്വാദേറും ഭക്ഷണം കൊതിയോറും രുചിയോടെ നിങ്ങൾക്കായി എന്നും നൽകാം. ഞങ്ങൾ നിങ്ങൾക്കായി എന്നും നൽകാം. കളിയല്ലത് കലയാണേ, കണ്ടു പഠിച്ചിടാൻ കൊതിയോടെ കണ്ടിടണേ, നിങ്ങൾ കൊതിയോടെ കണ്ടിടണേ. എല്ലാരും പറയണ്, നാട്ടാരും പറയണ്, സെലിബ്രിറ്റീസ് കൊള്ളാമെന്ന്. ഞങ്ങൾ സെലിബ്രിറ്റീസ് കൊള്ളാമെന്ന്. കൊള്ളാമോ? എല്ലാരും കേൾക്കണേ, എല്ലാരും കാണണേ, കൈരളിയുടെ കിച്ചൺ പ്രോഗ്രാം. കൈരളിയുടെ കിച്ചൺ പ്രോഗ്രാം. കൊള്ളാമോ? അയ്യോ, ഇതിങ്ങനെ ആയിക്കോട്ടെ അവിടെ നിന്ന്. അപ്പം നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഇതാവുന്ന നോക്കി എന്നാൽ ചിലപ്പോൾ നേരെ എടുക്കും. നമുക്ക് അടുത്ത പരിപാടി ടൈ അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കാം. തീ ആദ്യമേ ഞാൻ കുറച്ച് വെച്ചു, കാരണം ടെൻഷനാണ്. അപ്പം ആദ്യം നെയ്യ്. അങ്ങനെ നമ്മളുടെതാ ഈ മഞ്ഞ കറമൂസയുടേതാ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. നല്ല നെയ്യിലിട്ടൊന്ന് നല്ലോണം വഴറ്റുക. എന്നെ അല്ല ഉദ്ദേശിച്ചത്, അതെനിക്കറിയാം. ഇത് പായസത്തിൻ്റെ കൂട്ട് കണ്ട എന്തൊരു കളർ കോമ്പിനേഷൻ. ഒന്ന് ഇതാ നല്ല ഓറഞ്ചും മഞ്ഞയും പോലത്തെ കളർ. ഒന്ന് കണ്ട, അയ്യോ വിഷമിക്കേണ്ടതാ. ഈ സാധനത്തിന് ഇപ്പം ഞാൻ ഇതിൽ വെച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും. അതോടെ ഇതിൻ്റെ സൗന്ദര്യം മൊത്തം പോകും. അപ്പോൾ നമുക്ക് ഒഴിക്കാം. അപ്പോൾ ഈ ഒരു കറ പോയോ നോക്കിയിട്ട് നെയ്യിലിട്ട് നമ്മൾ വഴറ്റിയതാണല്ലോ, കുറച്ച് പോയിട്ടുണ്ട്. അങ്ങനെ ഇതേ അസുലഭ മുഹൂർത്തം വന്നു. ഈ മഞ്ഞ പപ്പായയും ഈ കരിക്കട്ട പോലത്തെ ശർക്കരയും ഞാൻ ഇവിടെ വെച്ച് ഒന്നിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അയ്യോ തീ കൊണ്ടുള്ള കളിയാണ്. ചൂടിലൊഴിക്കണം. അപ്പോൾ അതാ ആ മഞ്ഞ കളറിപ്പം ഒരു 2 കട്ട കളറായി മാറി. അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അവർക്കെല്ലാം കൊടുക്കുന്നതിന് മുന്നേ അത് നമുക്ക് ഇഷ്ടപ്പെടണ്ടേ. എന്താ അടിപൊളി. നിങ്ങളിപ്പോൾ വിചാരിക്കും എല്ലാവരും ഇത് ടേസ്റ്റ് ചെയ്ത് ഒരു എക്സ്പ്രഷൻ എല്ലാവർക്കും മറ്റേ വാവ് ഇതല്ല കേട്ടോ. കൊള്ളാം, അത്യാവശ്യം കൊള്ളാം, കുഴപ്പമില്ല, വൃത്തിയോടായിട്ടില്ല, കൊള്ളാം. ഇവിടെ ഏറ്റവും ഇഷ്ടം പായസവും. അതുകൊണ്ട് ഞാൻ ഡെയിലി പായസം ഉണ്ടാക്കും. പക്ഷേ ഈ കർമ്മൂസ പായസം ആദ്യമായിട്ടാട്ടോ. പാൽപ്പായസമൊക്കെ ഞാൻ നല്ലോണം ഉണ്ടാക്കും. അത് ഉണ്ടാക്കാനുള്ള എന്താ പറയുക, ആ ഐറ്റം ഉണ്ടാക്കാൻ പറയൂല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കാൻ അറിയാമെന്നൊക്കെ വലിയ സ്റ്റൈലാക്കി പറയുന്നത്. അതല്ല കേട്ടോ, ഞാൻ പായസം നല്ലോണം ഉണ്ടാക്കും, കുഴപ്പമില്ല. കാരണം വെച്ചാൽ പായസത്തിന് വലിയ കൈപ്പുണ്യൊന്നും വേണ്ട, ആരുണ്ടാക്കിയാലും അതൊരു പായസമായി മാറും. ഇതൊക്കെ എൻ്റെ കണ്ടുപിടുത്താണ്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. അവസാനത്തെ തേങ്ങാപ്പാൽ, 2ാം പാലും 1ാം പാലൊക്കെ നമുക്ക് ലാസ്റ്റ് ഒഴിക്കാം. ഇതാണ് തേങ്ങാപ്പാൽ. ഒഴിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഞാൻ ഈ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. കുറച്ചീച്ച് ഒഴിക്കാം, അല്ലെങ്കിൽ വെള്ളം അത് കൂടിപ്പോണ്ട. എന്തൊരു ഭംഗിയാണ്. ഭംഗിക്കൊന്നും ഒരു കുറവുമില്ല. ഇത് വായിൽ വെക്കാൻ കൊള്ളാമോ എന്നുള്ള കാര്യത്തിലാണ് ഒരു സംശയം. ഇല്ല, കൊള്ളാം അല്ലേ? വിശ്വാസം അതാണല്ലോ എല്ലാം. ഇനി ഒന്നുകൂടെ ഒന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കുഴപ്പമില്ല, അത്രേ പറയാൻ പറ്റുള്ളൂ. നേരത്തെ അത്ര പോരാൻ തോന്നും.
ഇതൊന്ന് കുറുകട്ടെ. ശരിക്കും പറയുകയാണെങ്കിൽ പായസമായി, നല്ല പായസമായി. ഇനി ഇതിനകത്ത് നമുക്ക് വറവിടുക. ഈ വറവിടുക എന്ന് പറഞ്ഞാണെങ്കിൽ വെളിച്ചെണ്ണയും കടുകിട്ട് വറവിടുന്നതല്ല, നമുക്ക് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടുന്നതിനാണ് ഞാനിപ്പോൾ വറവിടുക എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതാ ഇങ്ങനെ നല്ല കുറുകിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ പായസം റെഡിയായി. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷേ വലിയ ടേസ്റ്റൊന്നും കാണുമല്ലോ, കേട്ടില്ല ഭാഗ്യത്തിന്. അപ്പോൾ നല്ലോണം കുറുകിക്കോട്ടെ. ഒന്നാമത് ഈ പപ്പായൻ്റെ ചോയ അത്ര ഒരു വൃത്തിയായിട്ടൊരു ചോയയാണ്, പക്ഷേ നമുക്ക് നല്ല ടേസ്റ്റിലൊക്കെ ഇത് ഇപ്പോൾ ഇവരൊക്കെ ഓരോ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് ഓഹോ പപ്പായനെ കൊണ്ട് ഇത്രയൊക്കെ ഗുണങ്ങളുണ്ടോ എന്ന് തന്നെ തോന്നുന്നത്. ഇനി ഇതിങ്ങനെ കലക്കുമ്പോൾ വേറൊരു കാര്യം ചെയ്യാം. ഈ മിമിക്രിക്കാരൊക്കെ ഈ ആണുങ്ങളൊക്കെ ചെയ്യുന്നതാണ്, അതായത് ഫീമെയിൽ വോയിസിലും മെയിൽ വോയിസിലും അവർ തന്നെ പാടും. അപ്പം ഞാൻ വിചാരിച്ചു രണ്ടും കൂടെ എനിക്ക് പറ്റുമോ, നമുക്ക് വേറൊരു സ്റ്റേജിൽ വെച്ച് നോക്കാൻ പറ്റില്ല. അപ്പം നമുക്കിങ്ങനെ പലഹാരമൊക്കെ ഉണ്ടായിക്കൊണ്ട് നമ്മൾ വീട്ടിലല്ലേ എല്ലാം പരീക്ഷിക്കുക. അതുപോലെ ഇപ്പോൾ എൻ്റെ അടുക്കള ഇപ്പോൾ ഇതായി മാറിയിരിക്കണം. അപ്പം ഞാനതൊന്ന് വെറുതെ പരീക്ഷിച്ചോക്കാം. താരാപദം ചേതോഹരം പ്രേമാമൃതം പേയും ഇതാ നവമേഘമേ കുളിർ കൊണ്ടുവാ ഒരു ചെങ്കുറുങ്ങിപ്പൂവേ മനസ്സമ്മതങ്ങൾ നൽകാം. താരാപദം ചേതോഹരം പ്രേമാമൃതം പെയ്യും ഇതാ. ചിരിപ്പോയോ ഇല്ലല്ലേ? ഉണ്ടെങ്കിൽ നിങ്ങളങ്ങ് ക്ഷമിക്കൂ. ഇപ്പോൾ പറഞ്ഞ് എല്ലാവരെയും വോയിസിൽ ഇമിറ്റേറ്റ് ചെയ്ത് എനിക്കിപ്പോൾ സ്വന്തമായിട്ട് വോയിസ് ഇല്ല എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ, നമ്മളെ പായസം റെഡി. അപ്പം ഞാൻ പറഞ്ഞില്ല എന്തൊരു എളുപ്പമാണ് ഈ പായസം. ശരിക്കും നമുക്ക് ഡെയിലി പായസം ഉണ്ടാക്കാം, ഒരു പണിയുമില്ല. നമുക്കിങ്ങനെ പാട്ടൊക്കെ പാടി ക്ഷീണം വരുമ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ക്ഷീണം വരുമ്പോൾ അപ്പം തന്നെ പാട്ട് പാടുക. ഇനി നമുക്ക് രണ്ടാം പാലൊഴിക്കാം. അങ്ങനെ നമ്മളുടെ പായസം റെഡി. എന്തെളുപ്പമല്ലേ. അപ്പം ഞാൻ അവസാനം പറഞ്ഞെന്തായിരുന്നു, ലാസ്റ്റ് നമ്മൾ ഒന്നാം പാൽ. നിങ്ങൾ ഈ ഒന്നാം പാൽ രണ്ടാം പാലൊന്നും കേൾക്കുമ്പം പേടിക്കില്ല, കാരണം എല്ലാവർക്കും അറിയാം ആദ്യം വീണ പാൽ ഒന്നാം പാൽ, രണ്ടാമത് വീണ പാൽ രണ്ടാം പാൽ. പറയണത് കേട്ടാൽ വിചാരിക്കും എന്തോ ഭയങ്കര സംഭവമാണ്. ഇതൊക്കെ എല്ലാവരും പറയണ കേട്ടപ്പോൾ ഞാനൊന്ന് ജാടക്കി പറഞ്ഞത് ഒന്നാം പാൽ രണ്ടാം പാൽ. അപ്പം നിങ്ങൾ വിചാരിക്കുമല്ലോ എനിക്കിതൊക്കെ ഭയങ്കരമായിട്ട് അറിയാം. അയ്യോ, അങ്ങനെ പായസം മണക്കുണ്ട്. അപ്പം വെച്ചിട്ട് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഏലക്കായൊക്കെ ഇതിലേക്കിടാം. അതിന് മുന്നേ ഏലക്കായ് നമുക്ക് ഇട്ടേക്കാം. സത്യം പറയണേ മറന്നു കിട്ടുമോ, അതാരോട് പറയണ്ട. ഏലക്കായ് നമുക്കിങ്ങനെ എത്രത്തോളം ഇടാം അത്രത്തോളം ഇട്ടിട്ട് നമ്മളെ പായസത്തിൻ്റെ രുചി അവർക്ക് അറിയാൻ പറ്റരുത്. ഏലക്കായ ആയിരിക്കണം മൊത്തം. കുഴപ്പമില്ല. അപ്പം നമ്മുടെ പാൻ ചൂടായി, അതിലേക്ക് നെയ്യ് ഒഴിച്ചു, അണ്ടിപ്പരിപ്പ് ഇട്ടു. അണ്ടിപ്പരിപ്പ് ഇട്ടേട്ടെ, ഉർവശി പറയുന്ന പോലെ അണ്ടിപ്പരിപ്പ് പറ. കുറച്ച് തീ കൂട്ടാം, കരിയുന്ന ലക്ഷണമൊന്നുമില്ല. നമുക്ക് ഈ പായസം ഒന്ന് മൂടി വയ്ക്കാം, ഇല്ലെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് അപ്പുറത്തും ഇപ്പുറത്തേക്കൊക്കെ കയറിക്കും. അണ്ടിപ്പരിപ്പ് നമുക്കിങ്ങനെ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ മുന്തിരി ഇടാം. ഒക്കെ കരിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് തീ അധികം വേണ്ട, അതിൻ്റെ നേരത്തെ ചൂടിൽ തന്നെ ഇത് നല്ലോണം ആവുന്നുണ്ട്. നമുക്ക് ഈ ഒന്നാം പാലിങ്ങനെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചാൽ നമ്മുടെ പായസം റെഡി. അങ്ങനെ നമ്മുടെ പായസം റെഡിയായി. എന്തൊക്കെയോ കുറവുണ്ടോ, അതൊക്കെ ലക്ഷ്മി മാഡം പറയട്ടില്ലേ. ഞാനെന്തിനാ എന്തൊക്കെയോ കുറവുണ്ടല്ലോ എന്നൊക്കെ പറയുന്നത്. എന്ത് അടിപൊളി ചാര് വരുന്നുണ്ട്. നമുക്ക് ചാരിനെ കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. ഒന്ന് ടേസ്റ്റ് ചെയ്യും കുട്ടി. വലിയ അഭിപ്രായമൊന്നും വേണ്ട, ധൈര്യത്തോടെ ടേസ്റ്റ് ചെയ്യാമല്ലോ. അതെ ദൈവമേ. പറഞ്ഞറിയിക്കണം.
എന്നാലും എന്തൊക്കെ ഇനി ചേർക്കാം നിന്റെ അഭിപ്രായത്തില്? എന്തെങ്കിലും ചേർക്കണം, കുറച്ച് നെയ്യ് ചേർത്തിട്ട് വലിയ കാര്യം അവള് പറഞ്ഞ ശരിയൊന്നും ചേർത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. കുറച്ചും കൂടെ നെയ്യ് ഒഴിക്കാം അല്ലേ? കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചാൽ നെയ്യും ബദാം വറുത്തിടണം. ബദാം ചേർത്തില്ലല്ലോ നമ്മൾ പായസത്തിൽ. നെയ്യ് ഏറിയാലും നെയ്യപ്പം ചീത്തയാവില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? കണ്ടോ ഈ നെയ്യപ്പം പറയണത് നിങ്ങൾ കേട്ടോ? ചെറിയ ചെറിയ കയ്യിൽ. അപ്പം കുറച്ചും കൂടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കുറച്ചുകൂടെ ഒന്ന് വറുത്തിടാം അല്ലേ? ആയിക്കോട്ടെ. അയ്യോ ഇതിനകത്ത് പിസ്തൊന്നും ഇല്ലേ? ഇല്ല, ഒക്കെ ഞാൻ പൊളിച്ച് തിന്ന്. അതായിരുന്നു ഇവിടെ പണി. അപ്പോൾ എനിക്ക് അപ്പുറത്തെ വീട്ടിലെ ചാരു എനിക്കൊരു സജഷൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ച് ലേശം അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്തിടാൻ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അണ്ടിപ്പരിപ്പും മുന്തിരി നെയ്യും വറുത്തിടാം. ചേട്ടാ ക്യാമറ ഞാൻ എടുത്തിട്ടുണ്ട്. ബൈ ബൈ. കട്ടോണ്ട് പോയി. കുഴപ്പമില്ല, അവളെനിക്കൊരു ഉപകാരം ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ നമ്മളെ പായസം ഇങ്ങനെ സെർവിങ് ബൗളിലേക്ക് ഇങ്ങനെ ഒഴിക്കാം. കൊള്ളാം അല്ലേ? ഇനി നമുക്ക് ലാസ്റ്റ് ഇത്തിരി അണ്ടിപ്പരിപ്പും കൂടെ വറുത്തിട്ട് ഇതിൻ്റെ മേലെ അങ്ങോട്ട് നല്ല സ്റ്റൈലിനിട്ട് കൊടുക്കാം. സ്റ്റൈലിന് നമ്മളൊട്ടും പുറകിലാവരുത്. ലാസ്റ്റ് കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷത്തിൽ ഒരു പാട്ട് കൂടെ പാടിയേക്കാം. ഒരു അടിപൊളി പാട്ട് പാടിയേക്കാം. തെമ്മാ തെമ്മാ തെമ്മാടിക്കാറ്റേ, ചുമ്മാ ചുമ്മാ ചുമ്മാതെ കാറ്റേ, നീ മലമേലെ മഴമേഘ തുടി കൊട്ടാതെ, കളമുറയെ ചുംബിക്കാതെ, കണ്ണേ 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 എൻ്റെ കൺമണി പെണ്ണിനെ പുൽകാതെ, പൊണ്ണ് തത്ത പൊണ്ണ് എൻ്റെ പൊന്നരഞ്ഞാണം ഇളക്കാതെ, ആലിലയിലൂ ഞാലാടിക്കൊണ്ട് ഉളം തുള്ളി നടക്കാതെ, പൂക്കൊമ്പിൽ പൂമരത്തുമ്പി കുട്ടിന് തുള്ളിച്ചു പോകാതെ. കണ്ടോ, നമ്മൾ ആ പാട്ട് പാടിയപ്പോഴത്തേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ റെഡിയായി. അപ്പോൾ അണ്ടിപ്പരിപ്പ് റെഡി ആവണമെങ്കിൽ നിങ്ങൾ തെമ്മ തെമ്മ പാടിയാൽ മതി. ഇതിങ്ങനെ നല്ല സ്റ്റൈലായിട്ട് നമ്മളിങ്ങനെ മേലെ ഇങ്ങനെ ഓരോ സ്ഥലത്തും വിതറി കൊടുക്കാം. ഓക്കെ, ലാസ്റ്റ് ഈ മുന്തിരിയും കൂടെ ഇട്ടങ്ങ് ആ ചൂടിൽ തന്നെ അങ്ങ് റെഡി ആയിക്കോളും. അങ്ങനെ എൻ്റെ പായസം റെഡിയായി. ഇനിയിപ്പോൾ എല്ലാവർക്കും വീട്ടിൽ പായസം ഉണ്ടാക്കാൻ ഭയങ്കര അഹങ്കാരമായിരിക്കും. നിങ്ങളെല്ലാവരും പറയും, ഓ കലാഭവൻ സരിക വരെ ഉണ്ടാക്കി, ഇനിയാണോ നമുക്ക്? അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഇത്തിരി കഷ്ടപ്പാടുള്ള പണീന്. ഇത് നമ്മളിങ്ങനെ നല്ല സ്റ്റൈലിട്ട് കൊടുക്കണം. ഇതാ നോക്കിയേ, പപ്പായം പായസം റെഡി. സരിക വളരെ സേഫ് ആയിട്ടാണോ ഇപ്രാവശ്യം? അതെ, ഞാൻ അത് നേരത്തെ മുൻകൂർ ജാമ്യം എടുത്തു. കാരണം ഞാൻ എന്തുണ്ടാക്കിയാലും അതൊരുമാതിരി പായസം പോലെ പോകും. അപ്പൊ പിന്നെ പായസം ഉണ്ടാക്കുന്നതല്ലേ നല്ലത്. അപ്പൊ ചുരുക്കം മതി, ഇന്ന് പായസത്തിലാണ് നിൽക്കുന്നത്. പായസത്തിൽ അതെ. ലാസ്റ്റ് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്നുകൂടെ ഒന്ന് വറുത്തിടണം. അതിലാണ് പ്രതീക്ഷ. നമുക്ക് എന്തുകൊണ്ടും പായസം ഉണ്ടാക്കാം. എന്തുകൊണ്ടും പായസം ഉണ്ടാക്കാം. കാരണം ദിരുവേട്ടന് ഏറ്റവും ഇഷ്ടം പായസം. അതുകൊണ്ട് ഞാൻ വെറുതെ ഒക്കെ കാണാൻ എന്താ പറയുക, അരി വെച്ചിട്ട് എന്ത് കിട്ടിയാലും. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒരുപോലെ ഭർത്താക്കന്മാരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരാളും കൂടി ഉണ്ട്. അല്ല എന്തറിയോ, തിരിച്ച് ഞാൻ അന്ന് പറഞ്ഞതുപോലെ വേറെ ഏതെങ്കിലും ഒരു ഡാൻസോ പാട്ടിലൊക്കെ നമ്മൾ ഇത്തിരി വീക്കായിട്ട് വീട്ടിൽ ചെന്നിട്ട് ഇപ്പൊ ഇവിടെ തന്നെ തോറ്റു പോയാലും നമുക്ക് പ്രശ്നമില്ല. പാട്ട് അവിടെ പാട്ടല്ലല്ലോ വേണ്ടത്. പാചകത്തിൽ നമ്മൾ തോറ്റു പോയാൽ നമ്മൾ ഭർത്താവിന് മുമ്പിലായ നാണം കെട്ടും വിചാരിച്ച്. അല്ല, ഇവിടെ വേറൊരാൾ പറയാറുണ്ട്, ഞാൻ ആർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്ന ആരാണ്? സജിത എപ്പോഴും ഷമാസിന് വേണ്ടിയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ എനിക്കൊന്ന് കുറച്ചായിട്ടുള്ള കല്യാണം കഴിഞ്ഞു. എത്ര പോക്കി പറഞ്ഞാൽ 7-8 വർഷം. എന്തായാലും ഇനിയിപ്പോ മോശമായാലും കളയാൻ പറ്റില്ല. ഇവിടെ അയൽവാസികളൊക്കെ എന്ത് പറയണു? ഞാൻ മൈൻഡ് ചെയ്യാറില്ല. സംഗീതമുണ്ട്, അതെ ഇവിടെ തൊട്ടടുത്ത്. സംഗീത ഹെൽപ്പ് ചെയ്തു. സംഗീത നിഷ ഹെൽപ്പ് ചെയ്തില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഞാനേ ഇവിടെ ഒരു കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ മറ്റേ സാധനം കിട്ടുന്ന ഇതൊന്നും രക്ഷയില്ല. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, വെറുതെ നിൽക്കലേ പാവൂലേ എന്ന് വെച്ചിട്ട് തൊഴിലഞ്ഞു കൊടുത്താൽ അറിയില്ലേ, എല്ലാം കഴിഞ്ഞാൽ പറയില്ലേ,
അയ്യേ ഇങ്ങനെയൊന്നുമില്ല, ഇത് പായസം മിക്സിലിട്ട് അടിച്ചെടുക്കാനായിട്ട്. എങ്ങനെയെങ്കിലും ഒരു പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും വേണ്ടായിരുന്നു. പക്ഷെ അത് കാണുമായിരുന്നു. അല്ല ഞാൻ നോക്കുമ്പോൾ ഒരു പണിയില്ലാതെ അവിടെ നിൽക്കുന്നത്. അപ്പൊ ഞാൻ പറയും നല്ല ഭംഗിയിൽ മുറിച്ചതാണ്. ഒരു കഷ്ടപ്പെട്ട് പൊളിച്ചത് മിക്സിയിൽ അടിക്കേണ്ട ഒരു സാധനം. പാവമല്ലേ സംഗീത. പകരം ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത്. നിഷല്ലേ, ഞാൻ സൗന്ദര്യ ടിപ്സ്. ഈ പപ്പായ മുഖത്ത് ഫേസ് പാക്ക് അല്ല, വേറുണ്ട്. എനിക്കൊന്നും മനസ്സിലാവില്ല. രണ്ട് പപ്പായയുടെ പീസ് രാവിലെ കഴിച്ചിട്ട് പച്ചവെള്ളം കുടിക്കണം. എന്താണ് യൗവനം നിലനിർത്താൻ രാവിലെ പപ്പായ വെറും വയറ്റിൽ കഴിക്കാം. അപ്പൊ നിഷയുടെ ട്രേഡ് സീക്രട്ട് അതാണോ? അതായത് ഈ സൗന്ദര്യ രഹസ്യം. അപ്പൊ ഞാൻ ഒരു 19 വയസ്സായെന്നല്ലേ ചേച്ചിക്ക് എത്ര വയസ്സുണ്ട്? അല്ലെങ്കിൽ എത്ര വയസ്സ് നോക്കണം? നിഷയുടെ വയസ്സ് പറയാൻ പറ്റില്ലല്ലോ, കൊച്ചുകുട്ടിയെ പോലെ ഇരിക്കുന്നത്. കൊച്ചു മക്കൾ എത്ര ഉണ്ടാവും? പഠിക്കുന്നുണ്ടാവും. എത്ര വയസ്സുള്ള മക്കൾ? പഠിക്കുന്നുണ്ടാവും. ഒന്ന് ഊഹം വെച്ച് പറ. ഒരു 5 വയസ്സ്. 5 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ അമ്മയാണ്. 7 വയസ്സ്. ഇനിയും പോട്ടെ മേലോട്ട്. 8. ചുമ്മാ അതിലും കൂടുതലുണ്ടോ? 12. 15. അതൊന്നുമല്ല, എന്റെ കുട്ടി MBA കുടിക്കുക. അപ്പൊ എത്ര വയസ്സായി കുട്ടിക്കോ? 21 കഴിഞ്ഞു. നോക്ക്, അത് പിന്നെ ഞാൻ പറഞ്ഞത് എന്താ തെറ്റ്? യൗവനത്തിന്റെ രഹസ്യം എന്താണെന്ന് കാര്യോടെ പറയാം. വളരെ വളരെ നേരത്തെ കല്യാണം കഴിച്ചു. പ്രായം കുറവാണ്. പക്ഷെ എന്നാലും പറഞ്ഞാലും വിശ്വസിക്കൂല. അല്ലല്ല, എനിക്ക് വയ്യ ചെയ്യാനെങ്ങനെ. ഇനി നിങ്ങളെ വീട്ടിൽ പോയി മാക്സിമം സൂചിപ്പിച്ചിട്ട് പോയി. പിന്നെ അടുത്ത വർഷം സഹായിക്കാൻ വേണ്ടിയിട്ടാണോ സൂചിപ്പിച്ചു? ഇവിടെ ഉണ്ടാവില്ല. അപ്പുറത്തെ സൈഡിലായിരിക്കും. ഓക്കെ. ഇപ്പൊ ഇവർക്ക് ഞാൻ ഗുണ്ടായിസത്തിന് വേണ്ടി വന്നതാ. ഓക്കെ, ഞാനും പോകുന്നു.